അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ച ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ ഇത്. അങ്ങനെ കുറേ നേരത്തെ അധ്വാനത്തിന് ശേഷം ഹെസൻ്റെ ഷോളൊക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ടോ. ഇത് കഴിഞ്ഞ തവണ നമ്മൾ പുറത്ത് പോയപ്പം ഹെസക്ക് വാങ്ങിയ ഒരു പർദ്ദേനു ഒക്കെ ഭയങ്കര പുതി ഇതിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇത് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ റോൾ ചെയ്യാൻ നോക്കുമ്പോഴാണെങ്കിൽ ഷോൾ തീരെ ലെങ്ത് ഇല്ല. അപ്പം കഷ്ടിച്ച് എങ്ങനെയൊക്കെയോ ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകണം കേട്ടോ. വെള്ളിയാഴ്ച പൊതുവേ നമ്മളങ്ങനെ പുറത്ത് പോകാറില്ല ഫുഡ് കഴിക്കാൻ. കൂടുതലും അങ്ങനെ ഇവിടെ തന്നെ ബിരിയാണി ഉണ്ടാക്കലാണ്. ഇന്നിപ്പം ഇസാന് കുറേ ദിവസമായിട്ട് റൊമാൻസിയത്തെ മദ്ബി കഴിക്കാൻ ഭയങ്കര പൂതിന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടേനും. അപ്പോൾ എന്തായാലും ഇന്ന് ഉച്ചക്ക് തന്നെ പോകാൻ വിചാരിച്ചു. ഇവരെല്ലാവരും മാറ്റി ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് പണിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ സമാന് നല്ലോണം ഇലിഞ്ഞിരിക്കാനും ഇസാനിട്ട സെയിം ടീഷർട്ട് തന്നെ ഓൻക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയോ ആണ് അതൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ടുവന്നത്. ക്രോക്സ് ഇടണ്ട, ഷൂ ഇടാനാണോ ഈ പറഞ്ഞത്? ക്രോക്സ് പൊട്ടിയോ? എന്തുവാടാ ഈ പറയണത്? ഒന്നും കാണിച്ചോണ്ടോ? ക്രോക്സ് പൊട്ടിയെന്നാണോ ഉദ്ദേശിച്ചത്? അതിന്റെ വെയിലത്ത് വെച്ചിട്ട് ചെറുതായോ? പള്ളി പോകും. അതിന് പള്ളി പോയില്ലല്ലോ. അങ്ങനെ ഈ അന്നോർക്കുന്ന റൂമിൽ പോയിട്ടില്ലല്ലോ. ഏത് സമയത്ത്? ഇന്ന് പോയിട്ടില്ലല്ലോ. കഴിഞ്ഞ ഫ്രൈഡേ പോയപ്പോഴുള്ള കാര്യമാണോ പറയുന്നത്? ഞാൻ മാറ്റുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഇസാന് എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ടേനു എൻ്റെ ക്രോക്സിനെ പറ്റിയിട്ട്. ക്രോക്സ് പൊട്ടിയെന്നോ ചെറുതായിന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടേനു. സത്യം പറഞ്ഞാൽ ഓൻ കാര്യത്തിൽ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ഇനിയിപ്പം ക്രോക്സ് നേരിട്ട് കണ്ടാലറിയാം എന്താ ക്രോക്സിന് പറ്റിയത് എന്നുള്ളത്. അങ്ങനെ മക്കളതും ഇൻ്റെതും മാറ്റലൊക്കെ കഴിഞ്ഞ് ഇനി ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ ഉച്ചയ്ക്ക് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ചടപ്പുള്ളൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറയും സൗദി അറേബ്യ പകൽ കാണാൻ ഒരു ഭംഗിയില്ല എന്നുള്ളത്. കാരണം നല്ല ചൂടായിരിക്കും. ഇപ്പം കാറിൽ കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആകെ കുളിക്കും, പുഴുങ്ങാനിടുന്നൊക്കെ പറയില്ലേ, അതേ ഒരു അവസ്ഥ ആയിരിക്കും കേട്ടോ. അത്രയും ചൂടാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി ചൂടേനു തോന്നുന്നു ഇതിന് മുന്നേ. ഇപ്പം പിന്നെയും ചെറുതായിട്ടൊരു തണുപ്പൊക്കെ വന്നിക്കണേ തോന്നുന്നത്. പക്ഷെ പകൽ പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ തണുപ്പിൻ്റെ ആ ഒരു ഒന്നും തോന്നില്ല കേട്ടോ. നല്ല ചൂടുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ റൊമാൻസി എത്തി. ഇനിയിപ്പം സീറ്റ് കിട്ടണം. അതുവരെ എല്ലാവരും വെയിറ്റിംഗ് ആണ്.
എനിക്ക് ഇവിടുത്തെ മദ്ബി റൈസ് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എൻ്റെ ഇവിടുത്തെ ഫേവറേറ്റ് മക്കലൂബും പിന്നെ കുനാഫയാണ്. ഞാൻ പിന്നെ വേറെ ഒരു ഐറ്റം ഇവിടുന്ന് കഴിച്ചിട്ടില്ല. ഇവിടെ ആടിൻ്റെതും ഒട്ടകത്തിൻ്റെ ഒക്കെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് തോന്നുന്നത്. ഞാൻ ഇതുവരെ ആ ഐറ്റംസ് ഒന്നും കഴിച്ചില്ല, കാരണം എനിക്കതൊന്നും ഇഷ്ടമില്ല. ഞാനെപ്പോഴും ഇവിടെ വന്നാൽ കഴിക്കൽ ഇവിടുത്തെ ആ ഒരു മക്ലൂബാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആ റൈസിലും ചിക്കനും പിന്നെ അതിൽ കുറേ വെജീസൊക്കെ ഉണ്ടാവും, വഴുതനയും പൊട്ടാറ്റോ ഒക്കെ. ഇതെല്ലാം പാടി ഒരുമിച്ച് കുക്കാവുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, എനിക്കതാണ്. കുറച്ച് മസാലയൊക്കെ ഉണ്ടായിട്ട് അതാണ് ഇഷ്ടം. ഇത് മദ്ബി എന്ന് പറയുമ്പോൾ നോർമൽ വൈറ്റ് റൈസാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കര ഫ്ലേവറൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഞാനും ഹെസ്ബിയും ഒഴികെ ബാക്കി എല്ലാവർക്കും ഈ ഒരു വൈറ്റ് റൈസാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് കൂടുതലും വൈറ്റ് റൈസ് വാങ്ങിയിട്ട് ആകെ ഒരു മക്ലൂബേ വാങ്ങിയിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇതിൽ ഈ വഴുതനയും പൊട്ടാറ്റോയും കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൽ തന്നെ ചിക്കൻ്റെ നല്ല ഫ്ലേവറൊക്കെ ഉണ്ടായിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ ഫുഡ് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നോക്കി നോക്കി കഴിക്കുന്നുണ്ട്. ഇസാൻക്കാണെങ്കിൽ ഭയങ്കര അധീരും ഞാനിന്ന് റൈസ് കഴിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലേനു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇവിടുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കുനാഫ വാങ്ങി കഴിക്കൂട്ടോ. ഇവിടുത്തെ കുനാഫ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഇറങ്ങാണ്. നാൽപ്പത്തി ഓരോ സമൻ പ്യുവർ കൗഗി 1 ലിറ്റർ 15. ഓക്കെ നൈസ്. ഇത് നല്ല ലെങ്ത് ഉണ്ടോ? മറ്റേ 40 ഇട്ടുകൊടുത്താൽ ചിലപ്പോൾ ശരിയാവും. For you? Thank you. For you? For you? ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് മദീനയിലേക്കാട്ടോ. കുറേ ദിവസം ഇസാൻക്ക് തോപ്പ് നോക്കി നടക്കണ്. കഴിഞ്ഞ തവണ മദീന വന്നപ്പം ഓനക്ക് പറ്റിയ സൈസിലേനു. ഇന്നിപ്പം എസ പർദ്ദ കണ്ടപ്പോൾ തന്നെ ആക്ക് മൊത്തം ദേഷ്യമായിട്ടോ തോപ്പ് വാങ്ങാത്തതിൽ. അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ചിട്ട് തോപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നേരെ മദീനയിൽ പോയി. അവിടുന്ന് ഓനക്കുള്ള തോപ്പും കിട്ടി. എനിക്കൊരു പലാസോ പാൻറ്റൊക്കെ എടുത്ത്. ജമൻക്ക് തോപ്പ് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഓനക്ക് തോപ്പ് ഇട്ട് കൊടുത്തപ്പോൾ വേണോ ചോദിച്ചപ്പോൾ വേണം. പക്ഷെ അത് ഇട്ട് കൊടുത്തപ്പം ഓന് നല്ല കരച്ചിൽ ഓനക്ക് പുറത്തേക്ക് എടുത്തിട്ട്. അപ്പോൾ പിന്നെ ഓനക്ക് തോപ്പ് വാങ്ങിയില്ല. പിന്നെ നമ്മൾ വീട്ടിലെത്തി കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട്. അസീസാൻക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു മദ്രസ. അങ്ങനെ ഓരോ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ടി വി കണ്ട് കുറച്ച് നേരം കിടന്നിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ എണീക്കുന്നത്. ഇപ്പം ടൈം ഒരു 8 മണി ഒക്കെ ആയിട്ടുണ്ട്. എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ വിചാരിച്ചു. നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും ചെറുതായിട്ടൊരു ഉറങ്ങിണീറ്റാൽ ഒരു വിശപ്പ് കൂടുതലാണല്ലോ. അപ്പം ഞാനിവിടെ റവ ഉണ്ടായിരുന്നു, എഗ്ഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടത്. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാൻ മതിയായ ഒരു സ്നാക്ക്. എഗ്ഗിലേക്ക് കുറച്ച് എന്താ പറയുക ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ഒരു നുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് റവ ഒഴിച്ചിട്ട് ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഒഴിക്കാൻ പറ്റുന്ന പരുവത്തിലാക്കിയെടുക്കണം. എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റായിട്ട് ഇത് ചൂടോടെ കഴിക്കണം. ചൂടോടെ കഴിക്കാൻ ഈ ഒരു ഐറ്റം അടിപൊളിയാണ്. ഇത് എൻ്റെ റെസിപ്പി ഒന്നുമല്ല കേട്ടോ, എൻ്റെ അമ്മായിയൊക്കെ ഉണ്ടാക്കലുണ്ട്. അത് തറവാട്ടിലൊക്കെ പോയാൽ ചിലപ്പം ഈ ഒരു സ്നാക്കൊക്കെ ഉണ്ടാക്കി തരും. അങ്ങനെ അത് കണ്ട് പഠിച്ചതാണ് ഞാൻ. ഫസ്റ്റൊക്കെ ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേണ്ടത് നല്ല ക്വാളിറ്റി റവ കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആകെ പൊടിഞ്ഞ് തെരിഞ്ഞൊക്കെ പോവും. ഇതിപ്പം അത്യാവശ്യം നല്ല റവ ആണെങ്കിൽ നല്ല രീതിയിൽ കിട്ടും കേട്ടോ. ഞാൻ കൂട്ടത്തിൽ കുറച്ച് ഫ്രൈസും പാടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ചുള്ളൂ. ആകെ ഉള്ള ഒരു 3 എഗ്ഗ് വെച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൈസും പാടി ഉണ്ടാക്കി. എന്തേനു ഞാൻ പോട്ടെ.
പിന്നെ നമ്മൾ പുറത്തിറങ്ങുന്നത് രാത്രി 12 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തിറങ്ങുന്നത്. അപ്പോഴേക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. ഫുഡ് ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര മടി. കാരണം ഉച്ചയ്ക്ക് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വെയിലും കൊണ്ട് ആകെ കുഴങ്ങി പോട്ടോ. അപ്പോൾ പിന്നെ രാത്രി ഉണ്ടാക്കാനും മടിയാവും. അപ്പോൾ നമ്മൾ നേരെ മഞ്ചീസിലേക്കാട്ടോ വന്നത്. എനിക്ക് ഇവിടുത്തെ ബ്രോസ്റ്റ് കഴിഞ്ഞ തവണ വന്ന് കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ക്രിസ്പിയാണ്. എനിക്ക് ക്രിസ്പി ബ്രോസ്റ്റാണ് ഇഷ്ടം. അങ്ങനെ പിന്നെ നമ്മൾ ബ്രോസ്റ്റ് വാങ്ങി. ഞാനും ഹെസിയും ഇസാനും ജമനൊക്കെ ബ്രോസ്റ്റ് വാങ്ങി. പിന്നെ ഓരും ബാക്കിയുള്ള ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ക്യാനിൽ വന്നിട്ടോ. ഇവിടുത്തെ മൊഹിത്തോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നേരത്തെ ഉച്ചയ്ക്ക് മക്കൾ വാങ്ങിയ മൊഹിത്തോ ഞാൻ ഒരു സിപ്പ് കുടിച്ച് നോക്കിയപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. ഭയങ്കര സ്വീറ്റായിട്ടൊക്കെ തോന്നിട്ടോ. പക്ഷേ ഇവിടുത്തെ മൊഹിത്തോ നല്ല റിഫ്രഷ്മെൻ്റാണ് കേട്ടോ. അത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ മൊഹിത്തൊക്കെ വാങ്ങി എല്ലാവരും പാടി കുടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ.